മക്കളെ, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ, പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല, പിന്നെ പരീക്ഷ എഴുതുന്നവരെ, ബിടെക്കും PSCയും MOHും ഹാദും IELTSഉം IITയും ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവർ, MBBS MD എഞ്ചിനീയറിങ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവർ, അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്. കുഞ്ഞ് കുടിക്കണില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു, ഗർഭിണികൾ സമർപ്പിക്കുന്നു, മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു, സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീയാണ് വഴി, ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി, നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വരുന്നപ്പോൾ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ, ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസംകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പിലെപ്സി, ഹൈപ്പർ ആക്ടിവിറ്റി, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട്, അതിർത്തി തർക്കമുള്ളവർ. അതുകൊണ്ട് വേര് കെട്ടാൻ പറ്റണില്ല, മതിൽ കെട്ടാൻ പറ്റണില്ല, വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല, ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല, അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട്, ഭാഗ്യോടമ്പടി നടക്കാത്തവരുണ്ട്, മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത, ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങളിപ്പോഴ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും യു ആർ ഓൾവേസ് ബോദറിങ് അബൌട്ട് ദ ക്യാഷ് ആൻഡ് കൈൻഡ്.
എനിക്കങ്ങനെ തോന്നിയിരിക്കണേ. നിങ്ങൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പടിയിൽ കെട്ടുപിണഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും. അതെന്താണ്? അത് യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ്. യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത്. അപ്പം നിങ്ങൾക്കൊരു ധൈര്യം തോന്നി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂരെന്ന് റോയി സുധ അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. ഞാൻ റോയിയുടെ സുധയുടെ സാക്ഷ്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. റോയിയുടെ വിഷയം നോക്കണം. അവർ 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. പറഞ്ഞില്ല, 6 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരണത്. പിന്നീട് അത് പരിധിയിലായി. 5 കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും. 5 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടി പരിധിയിലാവും. കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ ലക്ഷങ്ങൾ, ഇനി അത് നടക്കണമെങ്കിൽ തന്നെ പിന്നെ ലക്ഷങ്ങൾ ചിലവാകും. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ല. പക്ഷെ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ? അവരുടെ എന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് 10 കൊച്ചിൻ്റെ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക്. ബൈബിളിൽ നിന്ന് കർത്താവ് നിന്നെ കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. അതാണ് വംശം പിറക്കും വാഗ്ദാന പ്രകാരം നമ്മൾ വ്യത്യാസം. അതാണ് ഇപ്പോൾ റോയി എന്താ പറയണത്? വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നയാൾ പറഞ്ഞു. അയാൾ എബ്രോഡല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് 6 കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്ന് അവസാനം പരാജയപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോരുകയാണ്. മക്കളില്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ്. നാട്ടിലോട്ട് പോയി 2 പേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടൂരുകാരാണ്. മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ അവരങ്ങനെ 2 പേരും ജോലി കണ്ടുപിടിച്ചു. അവർ എക്സ്പെർട്ടുകളാണ്. ജോലി കണ്ടുപിടിച്ചു. ജോലി കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് റോയിയുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ ഓണറിനോട് പറയും. ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ്, ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത്, മക്കളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഈ ഓണർ പറയുവേ, നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും. വിറ്റാണ് ഭയങ്കര. അപ്പം നിങ്ങൾ ഓർക്കരുത് മിനി ഗൈനക്കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത്. മിനിയോട് സംസാരിക്കാൻ പറയും. രാവിലെ പുള്ളി വണ്ടി അയച്ചു കൊടുക്കും. എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയെ കയറി ഓണറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും. എന്നിട്ട് ഇവരോട് മിനി എന്താ പറയണത്? കൃപാസനം മാതാവിനെക്കുറിച്ചാണ് പറയണത്. അതാണ് വിഷയം. ആ സ്റ്റോറി പോണപ്പോക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റുള്ള ലേഡിയാണ്. ആരാണ്? ഈ ഓണറിൻ്റെ വൈഫ്. അവർ ചെന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോക്യവും പറഞ്ഞ് കൂട്ടം കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ്. അപ്പോൾ മാതാവിൻ്റെ എനിക്കവരാന്നും അറിയത്തില്ല. അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട്. അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ്. നമുക്കതിൻ്റെ അകത്ത് പങ്കൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് കുറേ. അവരങ്ങനെ കുറേ അവർ പല ആൾക്കാരും മാതാവിനെ മുഖത്തോട് നോക്കിയിട്ട് പോകും. ചില 2 വർത്താനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. കാര്യം ഭയങ്കര കോവിഡാണ്, ഇതെല്ലാം ബ്ലോക്കാണ്, ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത്, കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി.
ഇപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണമൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ലൈറ്റൊക്കെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം തന്നത്. എന്ത് തൊട്ടാലും അമ്മ അതിൻ്റെ ആൻസർ ചെയ്യും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജപമാല അടിസ്ഥാനപ്പെട്ട് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഭയങ്കര ഡെപ്പോസിറ്റ് അതിന് ലൈറ്റൊക്കെ ക്യാൻഡലിനും അതുപോലെ. അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കുന്നത് കൂടിയില്ല. നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. അമ്മയുടെ പേരിൽ ഒരു മധ്യസ്ഥം അടിച്ചാൽ അതിന് അമ്മ ആൻസർ ചെയ്യും. കാര്യം 2003 ജപമാലകളെല്ലാം എത്രയോ കോടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരതദ്രവ്യമായിട്ട് വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അച്ഛാ ഉടമ്പടി ചെയ്ത് 2015 തൊട്ട് 19 വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്യില്ല. പലരും താഴെ കമൻറ്റ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ, ഇത് യഥാർത്ഥ ഉടമ്പടി ഫലം ചെയ്യുമോ, ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് സംശയങ്ങൾ പറഞ്ഞു. പക്ഷേ അമ്മ ആ കാലത്ത് അപ്പോൾ പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ. കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അടച്ചു കഴിഞ്ഞപ്പോഴേ നെക്കക്കളിയിലാഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു സെർവിങ് ഫുഡാണ്. അമ്മ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായത് കൊണ്ട് ഇവർ ഇതെന്താ സംഭവം, കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ച് കയറ്റണമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. യുക്തിവാദിക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയ ഉടനെ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ 6 കൊല്ലം കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം. ഇത് യുക്തിയുടെ മേഖലയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് യുക്തിവാദിക്ക് ഒരിക്കലും 2 ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ഷേ അവൾ 2 ആഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. അതാണ് സുധ ഉടനെ പ്രഗ്നൻ്റായി. അപ്പോഴ് അവർക്ക് എങ്ങനെയെങ്കിലും കയറ് പൊട്ടിച്ച് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ ഇവർ വന്ന് അവർ തീർത്ഥാടനം എടുക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാർ 100-300 കിലോമീറ്റർ അകലെ നിന്ന് വരും. എന്തിനാ വന്നത്? ഇതിൻ്റെ വാതിക്കൽ നോക്കി നിന്നിട്ട് പോകാൻ വന്നതാ. ഈ ഉടമ്പടിക്കാലത്ത്, ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും 10-50 പേര് അവിടെ നിൽക്കണ കാണാം. ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് കരയുന്ന മതിലിൻ്റെ അടുത്താണ് നിന്നത്. ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും 2 വയസ്സ് തൊട്ട് 10-80 വയസ്സ് വരെയുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ ഇവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിച്ചത്. അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച്, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ തല്ലിയ പോലീസ് CA തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോക്യവും അടുപ്പുമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ, അതാണ് എൻ്റെ അത്. അപ്പം നിങ്ങളെപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മസിൽ പവർ, മരിയൻ പവർ. അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത്. ഇപ്പം എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നീതീകരിക്കാൻ വരുക. ഒരു പരിപാടിയില്ല. ഇത് ഇപ്പം ചില ട്രോളിൻ്റെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, എന്താണ്, പട്ടി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ്, പട്ടി കുരച്ചോണ്ടിരിക്കും രഥം. അത് കൃപാസനം അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ്, തന്നെത്താൻ അടിച്ചു കയറ്റണതാണ്. അതിൻ്റെ അകത്ത് പട്ടി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കറക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കാര്യം വെച്ചാൽ നമ്മളാ തിരിച്ച് ട്രോളാനൊന്നും പോകത്തില്ല. ഇത് അമ്മയുടെ ഒരു മിഷനാണ്. ഇത് വിജയത്തിൽ എത്തിക്കുന്നവരെ, നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ
ചതഞ്ഞ ഞാങ്കണ ഉടിക്കത്തില്ല, പുകഞ്ഞ തിരി കെടുത്ത്. ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കിയേ. അവരവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി, പോലീസിൻ്റെ അടി കൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിലകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ നിന്റെ സന്നിധിയിൽ മാത്രം അഭയം പ്രാപിക്കാനുള്ള വലിയ കൃപ, ദാനം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർണ്ണീയപൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 8 പേരുണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പം ന്യൂനോട്ടോളജി ഒരാൾ, എത്തിക്സിൻ്റെ ഒരാൾ, ജനറൽ പീഡിയാട്രിക്സ് വേറൊരാൾ, ഒത്തിരി 8 ഡോക്ടേഴ്സ് ഒരുമിച്ച് വന്നിട്ട് ഇൻ്റർവ്യൂ ഇത് ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്രയും ഇതൊന്നുമില്ല. ഞാൻ വിശുദ്ധ തൈലോജി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇതുവരെ ഇത്രയും നന്നായിട്ട് ഒരു ഇൻ്റർവ്യൂവും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ആൻസേഴ്സ് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് അത് ഡിസംബർ 6-ാം തീയതി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എനിക്കൊരു ഗിഫ്റ്റായിട്ട് മേ ബി എനിക്കത് ഞാൻ പാസ്സായെന്നുള്ള റിസൾട്ട് വരുമായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു അടയാളം തന്നെ. അത് ഡിസംബർ 7-ന് തന്നെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു തലേദിവസം വൈകുന്നേരം ഇൻ്റർവ്യൂ, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് വരേണ്ടതാണ്. ഞാൻ വിചാരിച്ചു 2:30 ആകുമ്പം മാതാവിൻ്റെ പ്രത്യക്ഷണ സമയത്തിന് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അന്നേരം വന്നില്ല. അപ്പം ഞാൻ ഒരു വൈകുന്നേരമായി, രാത്രി ആയപ്പോഴും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഫെയിലായിട്ടുണ്ടാവും. ഫെയിലായിട്ടുണ്ടെങ്കിൽ അവർ റിപ്ലൈ തരത്തില്ല. കറക്റ്റ് രാത്രി 10:08 മാതാവ് സമയഘടികത്തിൻ്റെ 10:08 എനിക്ക് കോള് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അവിടെ 3 സീറ്റ്സാണ്, 8 ഡോക്ടേഴ്സായിരുന്നു കാൻഡിഡേറ്റ്സ്. ആ 8 പേരിലും വെച്ചിട്ട് അവർ എന്നെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കത്രയും ടു ബി ഫ്രാങ്ക് എനിക്ക് അത്രയും നോളജോ അല്ലെങ്കിൽ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാനുള്ള കഴിവോ അങ്ങനെയൊന്നും എനിക്കില്ല. അതിൽ ഈ 8 പേരിലും വെച്ചിട്ട് അവരെന്നെ സെലക്ട് ചെയ്തു. എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, ഞങ്ങൾ ഒരു വർഷത്തെ വിസയാണ് നിങ്ങൾക്ക് തരുള്ളൂ, പക്ഷെ നിങ്ങളായതുകൊണ്ട് 3 years നിങ്ങൾക്ക് ഞങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തരുവാണ്. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഷോർട്ട് ടൈം അക്കോമഡേഷൻ നമുക്കൊരു 2 weeks തരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ലോങ് ടൈം അക്കോമഡേഷൻ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ അവരെന്നോട് പറഞ്ഞു 2 weeks അല്ല 2 months നിങ്ങൾക്ക് ഞങ്ങൾ തരാം. അതായത് മാതാവ് അവിടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെടുമായിരുന്നു. ഈവൻ സാലറിയുടെയൊക്കെ ആണെങ്കിലും നല്ലൊരു സാലറി തന്നിട്ട് 2 months നിങ്ങൾ സമയം എടുത്തോളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുന്നത് അങ്ങോട്ടേക്ക് മാറാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു.
അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ OP ടൈമിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും സാക്ഷ്യങ്ങൾ കേൾക്കും ഫുൾ ടൈം. അതായത് ഞാൻ രാവിലെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്നും 5:30 കഴിഞ്ഞിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നോ, ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ധ്യാനം ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാൻ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കുറച്ചൊന്ന് ഡൗൺ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ